ഗൈസ്, മറ്റൊരു വീഡിയോ കൂടെ ഞാൻ ഇടുകയാണ് ഇന്ന് തന്നെ. അതെന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ 3 കിഡിലം ഹിന്ദി സിനിമകളെ പറ്റി സംസാരിക്കാനാണ്. ഒന്ന് സൈത്താൻ, നമ്മുടെ അജയ് ദേവ്ഗൺ, എന്തൊരു വികാസ് ബാലാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അങ്ങേരെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം ഇറങ്ങിയതാണ്. അങ്ങേരെ ഏതോ ഒരു ഗണപത്ത ഒരു പടം ഉണ്ടായത് ഈയിടയ്ക്ക് ഇറങ്ങിയത്. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ പടമാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വഷ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് ഭയങ്കര ഡാർക്കാണ്. അതിൻ്റെ എൻഡിങ് വേറെ ലെവൽ ഡാർക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ കിളി. സത്യം പറഞ്ഞാൽ വഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റിയ ഒരു എൻഡിങ് ആണ് ഗുജറാത്തി പടത്തിലുള്ളത്. ഇത് അവർ അജയ് ദേവ്ഗണൊക്കെ അഭിനയിക്കുന്നതുകൊണ്ടും ഫാമിലി ഓഡിയൻസ് കാണണമെന്നൊക്കെ ഉള്ളത് കൊണ്ടും ഇതിനെ ഒന്ന് മാറ്റി. ഇത് ഫാമിലി ഓഡിയൻസിനും പറ്റൂല. ഭയങ്കര കുറച്ച് ക്രൂരമായ കുറേ കാഴ്ചകളൊക്കെ കാണേണ്ടി വരും. സോ ദിസ് ഇസ് സ്ട്രിക്ട്ലി അഡൽട്സ് ഒൺലി എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇതൊരു ഫാമിലി പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പക്ഷേ UAA ആണ് സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കണത്. പക്ഷേ മാധവ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അജയ് ദേവ്ഗൺ അത്യാവശ്യം കുഴപ്പമില്ല. ആ പെങ്കൊച്ച് വേറെ ലെവൽ. ആ പെങ്കൊച്ച് തന്നെയാണ് ഗുജറാത്തി പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ പെങ്കൊച്ചിനെ പോലെ അഭിനയിക്കുക ആ പെങ്കൊച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ജ്യോതിക കന്നാരി ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻഗേജിങ് പടം. അവസാനം കൊണ്ട് അവസാനം അവരേതായ രീതിയിൽ ചേഞ്ച് ചെയ്തതാണ്. അത് പക്ഷേ ഒരു എഫക്റ്റീവായി പോയില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് വഷിൻ്റെ സ്പോയിലറാണ്. വേണമെങ്കിൽ കുറച്ചൊന്ന് അടിച്ചു കേട്ടോ. ആ വഷിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് ഈ പെൺകൊച്ചിനെ കൊണ്ട് ഇങ്ങേര് പോകുമ്പം അച്ഛൻ വരും, ഫോളോ ചെയ്ത് തിരിച്ചു വരുമ്പം ഇങ്ങേരെ അടുത്ത് വരുമ്പോൾ ഇയാൾ മറ്റേ വശീകരിച്ചിരിക്കുന്ന പെൺകൊച്ചുങ്ങളെയൊക്കെ വെച്ചിട്ട് ഇയാളെ അടിപ്പിക്കും. എന്നിട്ട് പറയും എൻ്റെ മോൾ എന്നെ കൊന്നാതി എന്ന് പറയുന്ന സമയത്ത് ആ മോൾ അടുത്ത് പറഞ്ഞ സമയത്ത് ചെവിയിൽ 2 സിസേഴ്സ് കുത്തി ആ കൊച്ചിൻ്റെ മറ്റേ ഇയർ ഫ്രം അടിച്ച് കളയും. അപ്പോൾ മറ്റേ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ അവസാനമായിട്ട് അവളത്ത് പറയുന്നത് ചിരിച്ചോണ്ടിരിക്കാൻ അങ്ങനെ എന്തോരാണ്. ആ സമയത്ത് ഇയാൾ വന്നിട്ട് മറ്റേ അവനെ അടിച്ച് നാക്കൊക്കെ വെട്ടി കളഞ്ഞ് സീനാക്കും. എന്നിട്ട് ഇവൻ്റെ ഭാര്യയും മോനും ആശുപത്രിയിൽ കൊണ്ടുപോകണ വഴിക്ക് മരിച്ചു പോകും. ഇവൾ അവസാനം കോമയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവസാനം. പിന്നെ മറ്റേ അതൊക്കെ ഉണ്ട്. മറ്റേത് 1 വർഷത്തിന് ശേഷമാണ് മറ്റേ മാധവനെ ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇതിൽ പക്ഷേ 10 വർഷത്തിന് ശേഷം അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാധനമാണ് വഷിൻ്റെ എൻഡിങ്. അപ്പോൾ എന്തിനാണെങ്കിലും കിടിലം പടം, മസ്റ്റ് വാച്ചാണ്. നല്ല ഒരു ഹൊറർ എൻഗേജിങ് സിനിമ കാണണമെങ്കിൽ ഈ പറയുന്ന സൈത്താൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ പടം ലാപ്പത്ത ലേഡീസ്, കിരൺ റാവ് ഡയറക്ഷൻ, കിടിലം പടം, ഫാന്റാസ്റ്റിക് ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറഞ്ഞത് ഇതാണ് മോനെ പടം. ആകുമ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സിനെ എഴുതി വെച്ചേക്കണുണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ്, ബ്രില്യൻറ്റ്. എസ്പെഷ്യലി മറ്റേ രവി കിഷൻ്റെ ക്യാരക്ടറൊക്കെ വേറെ ലെവൽ. അവസാനം അങ്ങേരെയൊക്കെ ഒരു ഡയലോഗും തകടിയൊക്കെ കൊണ്ട് വേറെ ലെവലാണത്. അതുപോലെ ഈച്ച് ആൻഡ് എവ്രി വൺ അഭിനയിച്ചിരിക്കുന്നത് സൂപ്പർ സംഭവം. മറ്റേ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സംഭവമാണ്. ഈ കല്യാണം കഴിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നത്, അങ്ങനെയൊക്കെ അവസാനം പെണ്ണുങ്ങൾ, അതായത് ബ്രൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതൊക്കെയാണ് ഒരു കഥ. ഭയങ്കര രസകരമായിട്ട്, ഭയങ്കര എൻഗേജിങ് ആയിട്ട് കുറേ കിടിലം മനുഷ്യരെ കാണിച്ചു തന്നൊരു സിനിമ. ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ റാവുവിൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ആൾക്കാർ വേണം, ഇങ്ങനെ ആയിരിക്കണം ആൾക്കാരെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മനുഷ്യത്വം കാണിക്കുന്ന, മനുഷ്യനായി ജീവിക്കുന്ന ആൾക്കാരെ കാണിച്ചു തരുന്ന ഒരു പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പ്ലീസ് വാച്ച് ഇറ്റ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. 3ാമത്തെ പടം അമർ സിംഗ് ചംകീല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്. നമ്മുടെ ഇന്ത്യയിലെ ടൂപാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരനെ നട്ടുച്ചയ്ക്ക ഏതോ സമയത്ത് രാവിലെ അങ്ങേരെ വെടിവെച്ചു കൊന്നു. അങ്ങേരെ വൈഫിനെയും വെടിവെച്ച് കൊന്ന ഇൻസിഡൻറ്റിനെ പറ്റിയാണ്. അയാളെ ലൈഫ് സ്റ്റോറിയാണ്. അങ്ങേരെ എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ വന്നതെന്ന്. അങ്ങേരെ ഫെയിം വേറെ ലെവൽ. സത്യം പറഞ്ഞാൽ അയാൾ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ടുണുക്കിനെ കാട്ടിലും അങ്ങേരെ പാട്ട് നമ്മൾ പാടിക്കൊണ്ട് നടന്നത്. ആ ലെവൽ ഓഫ് ഫെയിം ആയിരുന്നു അയാൾ. എനിക്ക് പഞ്ചാബി പാട്ടെന്ന് പറയുമ്പോൾ ദലേർ മെഹന്തിയാണ് തലവാറുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മറ്റേതൊക്കെ ആയിരിക്കും. ഇപ്പോഴും ഹണി സിംഗ്, ഒമ്പൊമ്പോ, ബാദിഷ, ഇവരൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ. യാപ്പി ഡിലൈൻ പിന്നെയും കൊള്ളാം. ഇതൊരു യോജോ കണി കുണിങ് സിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഇതിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് AR റഹ്മാൻ, മോനെ അയാൾ എന്തിനാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് കേൾക്കണം. വാവ്, സിനിമ ത്രൂ ഔട്ട് പാട്ടാണ്. കിടിലം എന്നൊക്കെ പറഞ്ഞാൽ കിടിലം. റഹ്മാൻ ആൻഡ് ഹിസ് ബെസ്റ്റ്. എനിക്ക് വേറെ ഒന്നും അതിൽ പറയാനില്ല. എത്രയോ നാൾക്ക് ശേഷമാണ് AR റഹ്മാൻ്റെ, അത് നമുക്കത് കേൾക്കുമ്പോൾ പുള്ളി അത് ചെയ്ത് വെച്ചേക്കണുണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പുള്ളിയുടെ പഴയ ക്ലാസിക് പാട്ടുകളെടുത്ത് ചെയ്യുന്നതാണെങ്കിലും കീഴു. പിന്നെ അവൻ്റെ അഭിനയം, ഇതൊരു സർജോത് സിംഗ്
ദിൽജിത് സിംഗ് സർജിത്ത് എന്തിനാണ് ദിൽജീത് ദോസാഞ്ച് ദിൽജിത് സോസാഞ്ച് എന്ത് എടാ ഒരു ദിൽജിത് സിംഗ് ദിൽജിത് സോസാഞ്ച് മതി ദിൽജിത്ത് അണ്ണ നിങ്ങൾ വേറെ ലെവലായിരുന്നു. വേറെ ലെവൽ അഭിനയമായിരുന്നു. ഇംതിയാസ് അലിയുടെ പടം ഇത്രയോ നാൾക്ക് ശേഷം ഒരു നല്ലൊരു ഇംതിയാസ് അലി പടം കണ്ട്. ഫ്രീക്കിങ് ഓസം പടം. ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ എന്ത് രസമോടെ സിനിമ എടുത്ത് വെച്ചേക്കണം. എന്തൊരു രസമായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രില്യൻറ്റ്. 3 കിടിലം ഹിന്ദി പടങ്ങൾ. ഞാൻ ഈ 3 പടങ്ങളും ഒരെണ്ണം ഞാൻ ഫ്ലൈറ്റ് ചെയ്തു. ലാപ്പത്താ ലേഡീസിൽ ഫ്ലൈറ്റിൽ വന്നു. ഞാൻ കരഞ്ഞ് മെഴുവി സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് കേട്ടോ. അല്ലാതെ മറ്റേ വിഷമത്തോടെ മറ്റേതല്ല. അയ്യോ നെഞ്ചത്തടി കരച്ചിലല്ല. 3 സിനിമകൾ നല്ലതാണ്. ഒരെണ്ണം ഹൊറർ, ഒരെണ്ണം ഫീൽ ഗുഡ്, ഒരെണ്ണം ഇത്തിരി ട്രാജിക് ആണെങ്കിൽ ഒരുത്തൻ്റെ ബയോപിക്കാണ്. കാണേണ്ട സിനിമകളാണ് 3. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം എന്തിനാ അല്ലെങ്കിൽ കാണണം കേട്ടോ. സൂപ്പർ പടമാണ്.